പ്രസവവേദനയാണെങ്കിൽ അടുത്തത് പല്ലുവേദനയായിട്ടാണ് പറഞ്ഞത്. ഈ പല്ലുകളെ ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ അതിലെ സന്തോഷം ഇത് നോക്കിയിരുന്ന കാലത്താണ് നമ്മൾ improved, and now we have all sorts of treatment, all fancy treatments also happening. Tooth jewel അടക്കം നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ കൂടുതൽ extraction എങ്ങനെ avoid ചെയ്യണം? Extraction is now considered as criminal. ഒരു criminal കുറ്റം ചെയ്യുന്നത് പോലെയാണ് extraction മാറിയിട്ടുള്ളത്. So now ഇത്തരത്തിലുള്ള dentistry വളർന്നിട്ടും why are people so scared of dentists? And it's said that around 28 to 40% of people they don't attend a dentist clinic simply because of fear and anxiety. ഇവിടെയാണ് നമുക്ക് ഡെന്റിസ്റ്റിയുടെ ഒരു ശാപം കഴിയുന്നത്. മിക്കവാറും ആളുകൾക്ക് ഡെന്റിസ്റ്റോട് ഭയപ്പാടുണ്ട്. ആ പേടി മാറ്റിയെടുക്കാൻ വേണ്ടി വാട്ട് ക്യാൻ വി ഡു? അതാണ് ഡെന്റിസ്റ്റിയുടെ ഫ്യൂച്ചർ എന്ന് ഞാൻ ചിന്തിക്കുന്നു. So let's discuss about all those. So today's program, I'll be talking to you all about computer-controlled local anesthesia delivery system and NOIS, that is nitrous oxide inhalation sedation. Nitrous oxide is പലർക്കും പറയാനുള്ളത് ആവും, അതൊന്നും നമുക്ക് പറ്റണ കഴിയുന്നില്ല. അങ്ങനെ അഭിപ്രായം ഉണ്ടോ? Many now, when you communicate, majority of people they are against the term conscious sedation. ആ ഒരു വാക്കാണ് നമ്മുടെ ഇടയിൽ ഒരുപാട് ഭയം ഉണ്ടാക്കുന്നത്. And that is one reason why people run away from nitrous oxide. So let's try and make it very simple. So now CCLADS, computer controlled local anesthesia delivery system, and NOIS is nitrous oxide inhalation sedation. NOIS, and this put it like NOIS nitrous oxide, IS is insoluble. You know what the story is. Nitrous oxide and insoluble. Nitrous oxide is insoluble in lead. That is the beauty of nitrous oxide. We'll get into all this. Now, nitrous oxide computer controlled which age of the dentists or the seniors, or even the people who are practicing now have the very same thinking. എന്തിനാ ഇത്തരം മെനക്കെട്ട സാധനങ്ങൾ നമ്മൾ പ്രാക്ടീസിൽ ഉപയോഗിക്കുന്നത്? When people practice dentistry so well, ഇല്ലാതെ പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്തൊരു അമിത ചെലവ് വരുത്തണം? എന്തിന് നമ്മൾ കമ്പ്യൂട്ടർ കൺട്രോൾഡ് അനസ്തെറ്റിക് സിസ്റ്റം നമ്മൾ വാങ്ങിക്കണം? ഇത്ര കാലം എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്? ഇത്ര കാലം നമ്മുടെ പ്രാക്ടീസ് പോകാനുള്ള മെയിൻ റീസൺ ഇസ് we all are well equipped with communicative skills. നമുക്ക് സംസാരിക്കാനുള്ള കഴിവും നമ്മുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിന് നമ്മളോടുള്ള ഒരു ധൈര്യവും ട്രസ്റ്റും കോൺഫിഡൻസും ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ അവരെ ഇരുന്ന് തരാൻ തയ്യാറായിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ആ കോൺഫിഡൻസ് പോയിട്ടുണ്ടോ? Very simple example. In old days, if a child is punished by a teacher, വീട്ടിൽ വന്ന് പറയാൻ അച്ഛനോട് അമ്മയോട് കംപ്ലൈന്റ് പറയാൻ പേടിയാണ്. പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത അടി കിട്ടും. ടീച്ചർ തല്ലിയിട്ടുണ്ടോ? കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. There is no other explanation. Now present day, ടീച്ചർ തല്ലിയിട്ടുണ്ടെങ്കിൽ ടീച്ചർ ആരാ എന്റെ കുട്ടിയെ തല്ലാൻ എന്ന് ചോദിച്ച് രക്ഷിതാവ് മാറി. So the attitude changed. As parents, the parental attitude has changed. Doctors are considered as part of God. ഇന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ടീച്ചർ നോക്കിയിട്ടല്ലേ ഡോക്ടറെ പറയുന്നത്. അപ്പൊ ഈ നിലയ്ക്ക് കാര്യങ്ങൾ പലതും മാറി. Patients or other public, they don't mind spending for fancy gadgets. Mobile phone, iPhone കയ്യിലുണ്ട്. 1,00,000 രൂപയുടെ താഴെ കുട്ടികൾ പേടിയിൽ നമ്മൾ ധൈര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. Hair straightening, 10,000, 50,000, you don't have any issues. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ്, നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ചില വാക്കാൻ വഴി വന്നു. അല്ലെങ്കിൽ ഈ രീതിക്ക് things have changed. ഈ ചേഞ്ചസ് ഡെന്റിസ്ട്രിയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. In old days, barber shopലേക്ക് പോകാന്ന് പറഞ്ഞാൽ it used to be a single room with a chair. ഇന്നോ very hygienic, clean, spick and span.
many facilities available. പണ്ട് കാലത്ത് നമ്മൾ നല്ല ടെക്സ്റ്റൈൽ ഷോപ്പിൽ മാനിഫിംഗ് ഇൻഡസ്ട്രി because only in big cities. ഇന്ന് നമ്മൾ നോക്കിക്കണ്ടാൽ കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലും ഇത് മാനിഫിംഗ് which displays the best of dresses. അപ്പോൾ എല്ലായിടത്തും sophisticated ഡെന്റിസ്ട്രിയിലും ഇത് അനിവാര്യമായി വരും. ഇപ്പോ റബന ഐസൊലേഷൻ everything is all fancy. Present day, few doctors are started instead in other ചോദിക്കും ഡോക്ടറെ പല്ലിന് കൊണ്ട് പൗഡറില്ലേ റെയിൻകോട്ട് ഇടുന്നില്ലേ നൈട്രസ് ഓക്സൈഡ് ഇതേപോലെ നമ്മളോട് ചോദ്യം വരും. ഡോക്ടർ ഇഞ്ചക്ഷൻ വേറെ ചെയ്യാതിരിക്കാൻ വേണ്ടി കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. ഓ കമ്പ്യൂട്ടറിന് ഇഞ്ചക്ഷൻ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? So we need to update, we need to have a patient where we know things well. അപ്പൊ നമ്മുടെ പേഷ്യൻസിനെ പലപ്പോഴും ട്രീറ്റ് ചെയ്ത് പോകുന്നത് ബേസ്ഡ് ഓൺ വാട്ട് ഈസ് യൂസ്ഡ് ആസ് ആൻഡ്രോസിഡേഷൻ ഇൻ സുപ്രോളജി. Suprology is defined by Alfonso Casino, who is a colonial psychiatrist. What he says is that science is spoken words with soothing, calming, relaxing. ഈ ഇഫക്റ്റ് കൊണ്ടാണ് ആളുകൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് പോയിരുന്നത്. പലപ്പോഴും പറയുമായിരുന്ന ഡോക്ടറെ ചീനി മതി നമ്മുടെ അസുഖം മാറി പോകാൻ. ഇതെല്ലാം നമുക്ക് ഇപ്പോഴും ഉണ്ട്. At the same time, like when you do an extraction for a patient, നമ്മുടെ ക്ലിനിക്കില് ഒരു ഡോക്ടർ പേഷ്യന്റ് പറയുന്നത് ഫൈൻ ഡോക്ടർ ആണെങ്കിൽ സന്തോഷമായിരിക്കും. ഈ ട്രസ്റ്റ് നമുക്ക് എല്ലാവർക്കും വിളിച്ചു ചോദിക്കാൻ സാധിക്കുമോ എന്ന് വെച്ചാൽ ലൈഫ് ടു അച്ചീവ്. സോ treating a pediatric patient, when you place topical anesthetic in their mouth, നമ്മൾ ക്വാർട്ടറിലേക്ക് സ്പ്രേ ചെയ്യുന്ന topical anesthetic patient വായിൽ വെക്കുമ്പോൾ like fine ഒരു പനിയിലും മരുന്നാക്കി വെക്കുന്നുണ്ട്. You will feel a cool sensation ഉണ്ടാവും, ഒരു തണുപ്പ് ഫീൽ ചെയ്യും. പക്ഷെ നാവ് കൊണ്ട് തൊടരുത്, നാവ് കൊണ്ട് തൊട്ടാൽ കഴിക്കും. ആലോചിച്ച് നമ്മൾ വായയിലേക്ക് വെക്കുന്ന ആ കോട്ടൺ അത് എന്തായാലും പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഷോ ഞാൻ അറിയാതെ തൊട്ടുണ്ടാവും. That's sort of how you tackle things. Same way, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ആ ടോപ്പിക്കൽ അനസ്തെറ്റിക് പ്ലേസ് ചെയ്ത ഭാഗം നിങ്ങളുടെ കിഡ്സ് അവിടെ നമ്മൾ എല്ലാം കൊടുക്കുമ്പോൾ ചൂടുള്ള പോലെ തോന്നുന്നുണ്ടോ? അവിടെ 60-70 what happens is ഈ കുട്ടികളോട് പറഞ്ഞ അതേ രീതിയിൽ തന്നെ ആരോഗ്യമായിട്ട് ചൂട് തോന്നുന്നുണ്ടോ? Like while giving LA, he is racist and ചൂടല്ല but at the same time majority of the patients നമുക്ക് അവരെ ആ വഴി തിരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. And that is the beauty of communication. നമ്മൾ ഈ constant confidence വളരെ കൂടുതലില്ല. It was told to us in our class during 90s. In the oral surgery department, ഒരു patient വന്നു all for extraction of case ആയിരുന്നു. Student LA കൊടുത്തതിന് ശേഷം somebody came to the office and the principal wanted the student to the office. So sir decided fine, go and come back fast. Student left, waited for some time, the student returned back and the professor decided fine, now I will take extraction. The professor extracted the order and the student he was shocked. So you extracted? So you extracted? Yeah, I extracted. So I given a lip with the left side and extracted the right side. So patient അങ്ങനെ ചെയ്ത കാരണം ബോസം എന്ന് പറയുന്ന വേദനിക്കാൻ പാടില്ല. And that holds true. And that's psychology. അപ്പൊ നമുക്കൊരു ഡോക്ടർ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പലതും നമുക്ക് ചിന്തിക്കാനും പറയാനുണ്ടാവുന്നില്ല. സുഖഡോക്ടർ ഇത്ര വേദന വേറെ ആളുടെ പോയ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെയാണ് എല്ലാത്തിനും നമ്മൾ how you take interest in. Now, during early 80s, initial 90s, my friend, he figured his car with a power window, power steering, and an AC. What are you doing here? You just buy this. Why you need to spend so much? Now,
do we ever think of buying a car without AC, without power steering, without power window? The answer is capital A, no, we won't. Same is going to happen, the changes is going to happen, and it's better we go for the change. So that we also, rather, when I moved into this, I learned nitrous oxide inhalation sedation from Dr. Srinivas Ramani, who is considered as father of nitrous oxide in India. After learning, I can use it for 5 years, thinking that ഏത് കുട്ടി വന്നാലും മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്, പിന്നെ എനിക്ക് ഇതിനായി പറ്റാത്ത ആളുകൾ ഉപയോഗിക്കട്ടെ. It's not so. Other realized and I took time. And now things are changing drastically. It's good we get into those changes. നമ്മൾ എല്ലാം കൊടുക്കുമ്പോൾ ഫങ്ഷനിങ് ആണ് മോർ പെയിൻഫുൾ, അവർ എല്ലാ സൊല്യൂഷൻ മൂവ് ചെയ്യണതാണ് മോർ പെയിൻഫുൾ. ഇറ്റ് ഇസ് സെഡ് ഫങ്ഷനിങ് എല്ലാം പെയിൻഫുൾ, എല്ലാ സൊല്യൂഷൻ മൂവ് ചെയ്യണതാണ് കൂടുതൽ വേദന. അപ്പൊ നമ്മുടെ കൈപ്പുണ്യം, ലൈക്ക് ഹൗ യു ഹാൻഡിൽ ദ ക്വസ്റ്റ്യൻ, എത്ര സ്ലോയിൽ നമുക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കുറവ് വേദനയെ പേഷ്യന്റ് അനുഭവമുണ്ടാവുന്നു. This we are learned and we are really making use of it. But at the same time, what if the piston, the plunger is slightly hard? നമ്മൾ ഒന്നുകൂടി അമർത്തി ഞെക്കുമ്പോ സൊല്യൂഷൻ കൂടുതൽ പോലും കമ്പ്യൂട്ടറിനകത്ത് തെറ്റ് പറ്റില്ല. കമ്പ്യൂട്ടർ എപ്പോഴും കൺട്രോൾഡ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് ഒപ്റ്റിമൈസ്ഡ് ലെവലിൽ മാത്രമേ സൊല്യൂഷൻ കൊടുക്കുള്ളൂ. സോ കമ്പ്യൂട്ടർ കൺട്രോൾഡ് ഡേറ്റൽ അനസ്തീസിയ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിസിഷൻ നമുക്ക് കൂടെ വരികയാണ്. Any painters there are many techniques which has been given. Something like buffering the solution, warming the solution to the body temperature, then pause or slowly you inject. That is ഏറ്റവും important ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പറഞ്ഞാൽ സ്ലോ ഇൻജെക്ഷൻ ആൻഡ് make sure you keep talking to distract it. എല്ലേ കൊടുക്കുമ്പോൾ that's why I keep saying like fine ഒരു ചൂട് ഫീൽ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എല്ലേ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് ഒരു ചൂടിന്റെ രീതിക്ക് ചിന്തിക്കാനാണ് അവർ തയ്യാറാവുന്നത്. There are various ways anxiety management options. എന്തുകൊണ്ട് nitrous oxide actually was introduced in 1777. ഇപ്പോഴാണ് നമ്മൾ nitrous oxide പറ്റി കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയത്. Why it didn't gain popularity? Simply because in 1940s lidocaine was introduced. നമുക്ക് issues എല്ലാം അവിടെ it was taken care. Pain control measures are ultimate. So നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് it's not about pain. We are talking about anxiety. My grandmother used to say ഭയങ്കര മനപ്രയാസം തോന്നുന്നുണ്ട്. അന്ന് ഞാൻ അല്ലെങ്കിൽ മനപ്രയാസം കേട്ടിട്ടുണ്ടെങ്കിൽ മനപ്രയാസം എന്താണോ പക്ഷെ ഇന്നിപ്പോ ധാരാളം ഉണ്ട്. ഇപ്പോഴാണ് അത് എന്താണെന്ന് മനസ്സിലാവുന്നത്. സെയിം വേയിൽ നമ്മൾക്ക് വരുന്ന ഒരുപാട് പേഷ്യൻസ് they don't come to the dental operatory simply because of fear and anxiety. കൊണ്ട് നടന്ന ultimately ഒന്നുകിൽ they need to have such severe swelling or pain. അതെല്ലാം chronic ulcers, carcinoma ഈ രീതിയിൽ എത്തിയിട്ടാണ് പലരും ഡെന്റിസ്റ്റ് എടുത്തുള്ളൂ. അത് നമ്മൾ ഈ വക ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ we can always invite those 28 to 40% of population. ആ ഭയമില്ലാതെ നമ്മുടെ അടുത്തേക്ക് വന്ന് പ്രാക്ടീസ് ചെയ്യാവുന്ന തരത്തിലേക്ക് എത്തും. Now if you look at no anesthesia to inhalation sedation, the patient is conscious. Up inhalation sedation നമ്മൾ കൊടുക്കുമ്പോൾ patient is conscious. ബോധം പോലില്ല. നമ്മുടെ പ്രശ്നം എന്തല്ല, സെഡേഷൻ എന്ന വാക്കാണ് നമ്മളെ എല്ലാവരെയും പേടിപ്പെടുത്തുന്നത്. കോൺഷ്യസ് സെഡേഷൻ. ഓ അപ്പൊ കോൺഷ്യസ് ആണോ ഇല്ലയോ? So now the terminology is changed. Now the terminology is nitrous oxide inhalation sedation or regional analgesia or procedural sedation. The terminology is changed. Nitrous oxide inhalation sedation where another practice you don't require an anesthetist. You have the fullest of right to use this gallus. Whereas if you go down, the patient is not conscious. That is not in our reach.
So when a pediatric patient comes to our clinic, നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ വാശിയുള്ള കുട്ടികൾ ജിഐക്ക് പോകുന്നതല്ല ശരി. Pediatric dentist's actual responsibility is inculcating positive dental attitude in a child. So behavior management techniques, communication, this still holds true. This is the foundation stone. If it doesn't work good, next option is sedation. And the last choice is general anesthesia. So now let's come to our topic, computer controlled local anesthesia delivery system. It is the best equipment available in the answer is van. Van is best equipment. Best car is the best car is Rolls Royce. Van I went in for it slightly cheaper one. When van is costing me 5 lakhs, I went for a Korean equipment, which is costing me 2 lakhs. Okay. Ultimately, purpose-wise, looking at now implant, which is the best implant. Fine. പക്ഷെ implant വാങ്ങി വെച്ചാൽ നമ്മൾ വാങ്ങിക്കാനാണെങ്കിലും മറ്റതാണെങ്കിലും ബയോകോമ്പാറ്റബിൾ ആണോ എന്നാലും കുറഞ്ഞത് പോരെ. That's you need to take the call. So I prefer to go for an equipment which is not that expensive. Now here, if you make the equipment on top, it is written as inject. എന്തുകൊണ്ട് നമ്മൾ injection mode place ചെയ്യണം. You have the button below. You need to adjust that injection mode നമ്മൾ വെച്ചു. ഇതിന് ശേഷം if you look at the indications, it is given as 1/8, 1/4, half, full. But now place in a cartridge, how much you need to inject? You can always decide precisely and deliver. At the same time, you can give it in slow speed and high speed. That is S and H. So what is always best is always keep it in high speed, always keep it in full injection. Injection is by using the pedal, which you get to see a red pedal and a black pedal. Now, why red and black? Black is for slow injection and red is for fast injection. But what makes the difference? Number injection, suppose when you make a brick, the injection is suji vekkina samayatha illa pain. So that is always felt. A pain free area, what we can do is place topically, make the area top. Just make a brick. Brick in order, you operate your equipment black pedal procedure. The injection solution moves slowly, drop by drop. Needle number penetrated we need a painless pathway. So creating a painless pathway by delivering the LA solution drop by drop is important. So I'm going to drop by drop and then you proceed with your injection. You inside, you aspirate and deliver. So for block, you need to do that. Our intention is to have a painless field. What is best is you inject, let the needle go inside, you just give the injection slowly, drop by drop, create a painless pathway, and then move inside. Once you move inside, once the area is anesthetized, then you can always press the red button and give the injection at high speed. And the area is numb. You don't require to spend so much of time. Behind the equipment, you have a switch, an on-off switch. You have a port for charging. And the green one is the foot control pedal is connected over there. And the next one is a TENS, that is transcutaneous electric pulse stimulation. That also can be achieved by using the very same equipment which I am not using. Right now, I use it only for delivering injection. And this is the cartridge holder.
carriage holder, what you see on top, like a pen, that is actually the needle holder. That is a handpiece which you give it in the patient's hand, saying that this is a thermometer. This is to check fever. You get your, this is, I'm borrowing Dr. Rajesh Sameer's words. He's the one who used this equipment. So he's been using it since 6-7 years. So just give it in the patient's hand. It's no way threatening because there is no LA solution. There is no needle. And the cartridge is always fitted onto the cartridge holder, wherein you get to see in the center of it, you get to see a spike. So from top, you load the cartridge. The cartridge is the lower portion. It has a rubber stop. The spike is going to puncture that and go inside. So I'll demonstrate it. Now if you see on top of the cartridge holder, it has two wings. Those wings are the ones we make use of to attach them to the main equipment, which means on top, what you see, that is the cartridge holder is placed with the wings down, and you need to turn it in an anti-clockwise direction to lock it. I had a video, but then the video is not playing now. But I think at the end of the show, if people want to, we will play. Okay. So this is the spike which punctures the diaphragm. Now why we require computer controlled local anesthesia equipment? It is to give injection in a painless manner, to optimize speed, precise, operator friendly, painless pathway. And only issue with this is the injection time is going to be slightly longer than the injection time which is required with a normal syringe. Simply because there you can move fast. Computer won't. So the handpiece is what is available with this. This is light, so that it's not going to create fatigue for us. And anytime you want to make the injection fast, you can always press the red button and give the injection fast. Now, any doubts on computer control? There is nothing much. The only thing is how to operate your own. It's normal injection, how you use, you can use it. Now, presently, the concept equipment, that dealer itself, he himself is planning to make an equipment available in India, which is going to be even more cheaper. So very soon, the market is going to be flooded with computer controlled local anesthesia equipment. Now, sorry. It's now the present equipment is 2 lakhs. No, I'm waiting for it. Yes, sir. This is so now we go to the nitrous oxide. Any doubts in computer control? You can give lignocaine or you can give articulate, anything you can give. Yeah. There is an aspiration mode. See this below 1814 AS is written. That is aspiration. With band equipment, it automatically does aspiration. You don't need to put it into aspiration mode because that is expensive and that's the beauty of it. So best is van. But then you can go for the cheaper option.
Any other doubts? Otherwise, it's all the same, like giving normality. But one thing for sure, don't operate the equipment and take the handles inside. What happens is the solution, drop by drop, is going to fall into the patient's mouth, which is going to create a very clear taste. So only after poking, you switch on the equipment. Okay. So shall we go right outside in the installation? So NOIS, NOS, nitrous oxide and IS is insoluble. So let's make it very clear, nitrous oxide is insoluble in blood. So something which is not soluble means the beauty is you require only in minimal amount. So nitrous oxide, when it is given, when a person breathes through the nose, it goes into your lungs, it gets into your blood. As it is insoluble, it moves freely as a thermocol is floating. So the action is seen within 3 to 5 minutes. That is the beauty of nitrous oxide. And again, IS is important because it is insoluble and not metabolized. This nitrous oxide is useful in industry. Many times the question asked by the majority is, do we really require an anesthetist when using nitrous oxide? The answer is no, not at all. Simply because it is an inert gas, it can do no harm, and it is titrable gas, which is very much in our control. നമ്മൾ എത്ര ആള് ടേസ്റ്റ് ഡോസ് കൊടുക്കുന്നുണ്ട്? നമ്മുടെ ലൈറ്റ് ഗൺ, നമ്മൾ ലൈറ്റ് ഇന്റൻസിറ്റി ചെക്ക് ചെയ്യണമെന്നാണ്. നീല കളർ വരുന്നുണ്ടാവും, നല്ലതാണ്, ഞാൻ പറയാം. പക്ഷെ അങ്ങനെ ചെയ്യണം. സെയിം വേ ദൈവം നമ്മളെ രണ്ട് കൈയിലും പാപം കൊണ്ട് കോംപ്ലിക്കേഷൻസ്, നാളെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പക്ഷെ nitrous oxide, it can cause no harm, no one is created any harm, and it is very safe here. Now, who benefits from nitrous oxide? Nitrous oxide കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കാ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ there are many patients who have severe gag. ഒരു റേഡിയോഗ്രാഫ് എടുക്കാൻ എക്സ്റേ ഫിലിം വായി വെക്കാൻ സമ്മതിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇംപ്രഷൻ എടുക്കാൻ നമുക്ക് പ്രയാസമുള്ള ആളുകളുണ്ട്. Nitrous oxide ഉപയോഗം നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ let's not talk about the anxiety alone. Nitrous oxide നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എല്ലാ മേഖലയിലും terminal stages of cancer nitrous oxide യൂസ്ഫുൾ ആണ്. Yes, pain control അവിടെ നമുക്ക് achieve ചെയ്യും. With nitrous oxide you achieve 3 A's which are very important. One is anxiolysis, 2 analgesic property, and 3 amnesia. Number nitrous oxide കുറച്ച് higher level കിട്ടി കഴിഞ്ഞാൽ you won't remember what has happened in that you was time. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nitrous oxide കൊടുക്കുമ്പോൾ നമ്മൾ LA കൊടുക്കും ആ സമയത്ത് maybe that person screamed ouch, but then once the treatment is over, they won't remember that ouch also. That pain is not remembered just because it causes amnesia effect. Now, another question is it only for pediatric patients? The answer is capital NO. It is made for dentistry. It is made for dentists. എന്താണ് എല്ലാവരും ഡെന്റിസ്റ്റുകൾ പേടി? എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുപ്പം തൊട്ടേ മിഠായി തിന്നാലും ഐസ്ക്രീം കഴിച്ചാലും നമുക്ക് പറയാനുള്ളത് ഡെന്റിസ്റ്റുകൾ കൊണ്ടും ഇഞ്ചക്ഷൻ ചെയ്യും. ഇതൊക്കെ ചെയ്താൽ പോലീസ് പിടിക്കും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് ഒന്നും ഒരു റിസോഴ്സ് പേഴ്സണെ പോസിറ്റീവായിട്ട് കാണുന്ന തരത്തിലേക്കല്ല. ഇറ്റ് ഇസ് ഓൾവേസ് പ്രസന്റ് ഇൻ നെഗറ്റീവ് മാനർ which is created more of stress. And secondly, ഒരു ട്രീറ്റ്മെന്റ് ഡെന്റിസ്ട്രിയിൽ എക്സ്ട്രാക്ഷൻ നടക്കുമ്പോഴും പെയിൻ is taken care at the same time. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ പ്രഷർ ഫീലിംഗ് ഇത് നമ്മളോടുകൂടി എക്സ്പ്രസ് ചെയ്താൽ ചിലപ്പോൾ വലിയ കുഴപ്പങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ ചിലപ്പോൾ സാധിക്കും. നൈട്രസ് ഓക്സൈഡ് ബ്യൂട്ടി
our pressure feeling, our sensation, so patient feels much comfortable. Medical profession, do they require nitrous oxide so much as we do? The answer is no. Nitrous oxide, namakana anxiety of patients. Whereas when you look at the medical profession, അവരുടെ കയ്യിൽ ബോധം കെടുത്താനുള്ള എല്ലാ വിദ്യകളുണ്ട്. നമുക്ക് ബോധം കെട്ടാനുള്ള പേടിയാണ്. നമുക്ക് ഡെന്റിസ്റ്റിന് ബോധം കെടൽ വേണ്ട. നമുക്ക് ബോധം കെടാതെ ആൻസൈറ്റി കുറഞ്ഞൊരാളെ നമുക്ക് വേണ്ടി അതിന് കഴിവുള്ള ഒരു ഗ്യാസ് ആണ് നൈട്രസ് ഓക്സൈഡ്. പക്ഷെ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷൻ they don't think about minimal sedation or moderate sedation. അവരുടെ എല്ലാം into deeper sedation or GR. So that is the area of confusion or the conflict between the medical profession and us. And nitrous oxide, നമ്മൾ അതിന് ആ പേരാണ് നമ്മൾ പലപ്പോഴും ചർച്ച കൊണ്ടുപോയത്. Conscious and sedation, which is considered as an oxymoron. Equally opposite words used together. Something like it's an open secret. If something is open, how can it be a secret? Same way, liquid gas. If something is liquid, then how can you call it gas? And the mother of all this is happily married. It seems that's an oxymoron. Then, nitrous oxide ഏറ്റവും വലിയൊരു oxymoron ആയിട്ട് നമുക്ക് പറയുന്നത് liquid gas എന്ന് പറയുന്നത് നമുക്ക് സംബന്ധിച്ച് നോക്കാൻ പറ്റുമോ? Nitrous oxide is a liquid gas. Nitrous oxide, when it is compressed into the cylinder, it becomes liquid. Nitrous oxide, when it is compressed into the cylinder, it becomes liquid. Gas form on a reading കാണിക്കും. അപ്പൊ nitrous oxide സിലിണ്ടറിൽ എത്ര ഉണ്ട് എന്നുള്ളത് റീഡിംഗ് നോക്കിയാൽ അറിയില്ല. Simply because it is a liquid gas. ഇത് തന്നെയാണ് എന്റെ പേരിലുള്ള കുഴപ്പം. സുനിൽ മുഹമ്മദ്, മുസ്ലിമ ഹിന്ദു ക്രിസ്ത്യാനി ഏതെങ്കിലും ഒന്ന് പറയണു. അപ്പൊ നൈട്രസ് ഓക്സൈഡിനോട് എവിടെയൊക്കെ ചേർന്ന് എന്റെ പേര്. So with nitrous oxide, main doubt what everybody asks is, ഒരാളെ ബോധപ്പെടുത്താൻ നൈട്രസ് ഓക്സൈഡിന് കഴിവുണ്ടോ? No. Capital A-O. നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജി, നമ്മൾ എന്തൊരു ഗ്യാസും നമ്മൾ ഉപയോഗിച്ച് ബോധം കെടുത്താൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ it goes into entrance and it takes action. So there is something called as MAC value, minimum angular concentration. Minimum angular concentration of nitrous oxide is 104%. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രസ് ഓക്സൈഡ് ഉപയോഗിച്ച ഒരാൾ which can affect your sensitivity to drugs. ഏതിന്റെ കൂടെയാണെങ്കിലും with nitrous oxide, it can have synergistic effect. But the problem is nitrous oxide ഉപയോഗിക്കുമ്പോൾ ലോക്കൽ അനസ്തീസിയ കൊടുക്കണോ വേണ്ടിയോ? ലോക്കൽ അനസ്തീസിയ കൊടുക്കേണ്ടത് ഒരു കുഴപ്പമില്ല. ലോക്കൽ അനസ്തീസിയ കൊടുക്കണം. അപ്പൊ പിന്നെ നൈട്രസ് ഓക്സൈഡ് എന്തിനാണ്? നൈട്രസ് ഓക്സൈഡ് ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ്. നൈട്രസ് ഓക്സൈഡിന്റെ ഉപയോഗം ആൻജിയോലൈസിസ്, മൈൽഡ് അനാൽജസിക് പ്രോപ്പർട്ടി. അപ്പൊ എന്താ നമുക്ക് സർക്കോമോഡൽ നംബ്നെസ് കാര്യമായിട്ട് ഫീൽ ചെയ്യും. When you penetrate with the needle, you won't have much pain. അപ്പൊ എല്ലേ വേണം? It's a must. ഇനി അടുത്ത പ്രശ്നം നൈട്രസ് ഓക്സൈഡ് കൊടുക്കുമ്പോൾ when you use a handpiece with water flowing, will the patient aspirate? The answer is no, simply because the protective reflexes are intact, and if the water goes in your windpipe, you will actually cough it out. അപ്പൊ നമ്മുടെ protective reflexes intact ആയതുകൊണ്ട് തന്നെ നമുക്ക് നൈട്രസ് ഓക്സൈഡ് കൊടുത്ത ഹാൻഡ് പീസ് വെള്ളം ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യാം. സ്കെയിലിന് നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കും.
നല്ല സെൻസിറ്റിവിറ്റിയുള്ള പേഷ്യന്റ് നൈട്രസ് ഓക്സൈഡ് ഇൻക്ലൂഡ് സ്കീനിങ്. നൈട്രസ് ഓക്സൈഡ് ഉപയോഗം ചെറിയ മേഖലയല്ല. Nitrous oxide is a colorless, odorless, and sweet taste gas. It is when nitrous oxide on the room is ready, you will always have a sweet taste in your throat. And that nitrous oxide room point where I am going to maybe we will be moved. But so always nitrous oxide ഉപയോഗിക്കുമ്പോൾ നമ്മുടെ nasal root or displacement in nose അത് നല്ല സ്ട്രാങ്ലി ആവണം. സോ ദാറ്റ് നമ്മുടെ ഓപ്പറേറ്റർക്ക് നൈട്രസ് കിട്ടുന്ന ആവശ്യമില്ല. only for the patient. And don't let the person talk. കാരണം അവർ സംസാരിക്കുമ്പോൾ എന്താ പറയുക, they are letting nitrous into our breathing zone. അപ്പോൾ നമ്മൾ നൈട്രസ് ശ്വസിക്കും. ഇത് കൂടാതെ ഒരാൾ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ there is fluctuation in nitrous oxide or everywhere. So never let them talk. It's better you communicate in sign language. Specific gravity of nitrous oxide, it is 1.53, whereas the specific gravity of normal air is 1. Nitrous oxide has specific gravity. Whatever nitrous oxide is leaked to our operatory, it is going to settle on the floor. So the nitrous oxide was settled on the floor. Now the windows are on the floor. Only because it's heavy air, which means we need to fit an exhaust fan at the floor level. Or we need to sweep off the nitrous oxide which is present in our operatory. The nitrous oxide, the beauty is an insoluble gas. Along with that, it is not metabolized by the body. Nitrous oxide is like a the body metabolized liver. Liver nitrous oxide liver metabolized kidney nasal blockage. A major contraindication for the use of nitrous oxide nasal blockage or lung diseases. About the question, asthma nitrous oxide we are giving it a higher percentage of oxygen. Oxygen and most of the time, asthma the critical reason is anxiety. Same way, epileptic patient, anxiety asthma again, give nitrous. Nitrous nitrous allergic reaction. We have never heard of anybody allergic to oxygen. Oxygen allergy, carbon dioxide allergy. Same way, there is no allergy to nitrous oxide. It doesn't exist. Nitrous oxide will beauty expression of nitrous oxide. Nitrous oxide what can happen? A person can sleep off. Or hello, just raise your hand. It's going to be very slow and sluggish, which means nitrous oxide because my intention is only anxiolysis. Once it so happened, nitrous oxide the female's hand already slipped off, husband kept it back, again slipping off. It's not under control. In Pune, when we were conducting a program, we just gave 30% nitrous oxide. Then we heard a loud scream. We rushed. The 30% it was high for her. It was high for her. I don't know the high for so what is important is titrate. Titration
എത്രയാണോ ആവശ്യം ആ ആവശ്യത്തിന് അളവിൽ കൊടുക്കാനാണ് ഹൈഡ്രേഷൻ. എന്റെ ഹൈഡ്രേഷൻ തെറ്റി എന്താ സംഭവിക്കുക? ഞാൻ ഓക്സിജൻ കൊടുത്താൽ മതി. എല്ലാം കൊടുത്ത എനഫിലിക്സിസ് ഉണ്ടായി കഴിഞ്ഞാൽ മുട്ടിടിക്കാന്നല്ലാതെ അതിനൊന്നും നമുക്ക് ആ നേരത്തെ ചെയ്യാൻ എമർജൻസിക്കൊക്കെ ബന്ധപ്പെട്ട് എമർജൻസിക്ക് the answers were you just reduce nitrous, you just give oxygen. Now the specific nitrous for the patient is fine. അപ്പൊ ഏതെങ്കിലും പേഷ്യന്റിന് നൈട്രസ് ഓക്സൈഡ് കൊടുത്ത് സന്തോഷം തോന്നിയിട്ടില്ല, the person is feeling really disturbed. ആരുടെ കുറ്റം? ഓപ്പറേറ്ററുടെ കുറ്റം, ഡ്രഗിന്റെ കുറ്റമല്ല. കാരണം we didn't titrate it properly. So what we require to learn is titration. Titration is an art. What you really require to learn to give the drug in a desired amount where the person feel comfortable and relaxed. That's titration. What are the 3 A's which are important with nitrous oxide? Anxiolytic, analgesic, and amnesia. These are the 3 properties of nitrous oxide. Nitrous oxide, if it is insoluble, number action within 3 to 5 minutes. Stop it, immediately it comes out from your body. That's the ഉപയോഗം കഴിയും. അപ്പോൾ nitrous oxide ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വീട്ടിലേക്ക് വൈകോ അതാണോ ഒഴിച്ചു പോകാൻ പറ്റുമോ? The answer is yes. nitrous oxide ശ്വസിച്ചു, ഉപയോഗം കഴിഞ്ഞു, nitrous oxide ഊരി കഴിഞ്ഞാൽ തിരിച്ചു പുറത്തു പോകുന്നു. So there is no harm in driving. Rapid onset of action. Why? Insoluble. അതുകൊണ്ടാണ് rapid onset of action. Definition നമുക്കുള്ള uses നമ്മൾ പറഞ്ഞു. Objective anxiolysis, increases pain threshold. നമുക്ക് അതുകൊണ്ട് അതാണ് നമ്മുടെ ഒരു ആവശ്യം. Anesthesia passage of time because ഞാൻ ഈ 2-3 മണിക്കൂർ നേരത്തെ ഒരു സർജിക്കൽ പ്രൊസീജിയർ കഴിഞ്ഞാൽ they will talk as a part വേഗം കഴിയൂലേ. And gag reflex, protective reflexes are intact. നമ്മുടെ cough reflexes, protective reflexes are intact ആണ്. Second gas effect is nothing but നമ്മൾ നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുമ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. അതേസമയം വേറെയും പല ഗ്യാസുകളുണ്ട്, ലൈക്ക് ഐസോഫ്ലൂറിൻ, സെവോഫ്ലൂറിൻ, ആൽക്കീൻ. ഇതെല്ലാം മിനിമൽ പെർസെന്റേജിൽ തന്നെ ഒരാൾ ബോധപ്പെട്ടു. അപ്പൊ ആ മിനിമൽ പെർസെന്റേജിൽ ബോധം കിട്ടുന്ന ഗ്യാസുകൾ കൊടുക്കുന്നതിന് മുമ്പ് what anesthetist can do is they first deliver this gas and then give the second gas as sevoflurane. അതിന്റെ ടോക്സിക് എഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കണം. Now the normal air what we breathe, it has 21% oxygen. നമ്മുടെ equipment ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ equipment at any given point of time 30% oxygen delivery ചെയ്യുമെങ്കിൽ മാത്രമേ നൈട്രസ് ഓക്സൈഡിന്റെ equipment വർക്ക് ചെയ്യൂ. നമ്മൾ നോർമൽ ശ്വസിക്കുന്ന എയറിൽ 21% ഓക്സിജനേ ഉള്ളൂ. പക്ഷെ nitrous oxide equipment minimum 30% oxygen തരും. Oxygen തീർന്നാൽ എന്ത് സംഭവിക്കും? Nitrous oxide alone won't be delivered. The machine will automatically cut off nitrous oxide. That is the main safety feature of the equipment. Why is Carina important? Now Carina is important. Our first line of defense mechanism is the larynx. Larynx is something escape ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോണത് നേരെ ട്രക്കിലേക്കാണ്. We have something called as carina, which is a neurologically rich protective area where the cough reflex is initiated and the foreign body is thrown off. അപ്പൊ കരീന നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആളാണ്. ഫാസ്റ്റിംഗ് വേണം എന്ന് പറയുന്നവരും ഫാസ്റ്റിംഗ് ഇസ് നോട്ട് റിക്വയർഡ് എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ അതിൽ എവിടെയാ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാസ്റ്റിംഗ് നിർബന്ധമാണ്. ഇപ്പോ ടൈട്രേഷൻ നമ്മൾ നേരെ ചൊവ്വ ചെയ്യണില്ലെങ്കിൽ പേഷ്യന്റ് വോമിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഫാസ്റ്റിംഗ് നിർബന്ധമാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ടൈട്രേഷൻ നമ്മൾ കുറച്ച് സമയം എടുത്ത ടൈമിന്റെ ടൈട്രേഷൻ നമ്മൾ 10% കൊടുത്തു, 20%, 30% ഇങ്ങനെ നമ്മൾ കൂട്ടി എത്ര വരെ നമുക്ക് കൂട്ടി പോകാൻ പറ്റും? ഈ മെഷീനിൽ എത്ര വരെ പോകാം? 70% വരെ നമുക്ക് പോകാൻ പറ്റാം. അപ്പൊ 10-20 ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം എന്താണ്?
നമ്മൾ ഈ വലിച്ചെടുക്കുന്ന നൈട്രസ് ഓക്സൈഡ് ബ്ലഡിലെത്തി അത് സ്പ്രെഡ് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കണം. Whereas 30 and above wait for 3 minutes when the mask. അപ്പൊ നമ്മൾ 3 minutes വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിന് ഫ്ലോ ചെയ്ത് ആക്ഷൻ എടുക്കാൻ സാധിക്കുക. Normally, I don't ask patients for fasting. And we go for minimal or moderate sedation. So far, vomiting episodes in diarrhea. So it's not mandatory. Fasting is not mandatory. Pressure gauge. Liquid gas liquid gas nitrous oxide cylinder the meter reading shows 750 psi. But nitrous oxide on 750 psi, whereas oxygen cylinder on liquid cylinder which show reading of 2000 psi. Oxygen 1000 reading it is half empty or it's only half full. This reading nitrous in the nitrous, it is liquid gas. Let me just keep all this. Now, if you look at the Mach value of nitrous oxide is 104%. It is all 1.6, 0.75, 1.7. Our gas is dangerous because it's not safe in our hands. Whereas nitrous oxide, the Mach value, minimum alveolar concentration of nitrous oxide is 104%. Number only 70%. And you cannot do any harm with the 70% for majority of the people. Biovariability is which means രണ്ട് ഫ്രണ്ട്സ് കൂടി വിസ്കി കഴിക്കാനോ അല്ലെങ്കിൽ റബ്ബർ കഴിക്കാനിരുന്നു. രണ്ട് പെഗ് കഴിഞ്ഞപ്പോ ഒരാൾ കെട്ടിപ്പറഞ്ഞു വീണു, ഒരാൾ ഫുൾ ബോട്ടിൽ അടിച്ചിട്ട് ബയോവേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are people and I have seen many females they are happy at 70. If അങ്ങനെയാണ് quite surprising വളരെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം many people they are high at 40 or 50. അപ്പൊ നോർമലി ടൈട്രേഷൻ എന്തിന്റെ ഇടയ്ക്കാണ് നമുക്ക് ഹിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ in between 30 and 50. നോർമലി ഒരാൾക്ക് nitrous action നമുക്ക് കാണുന്നത് 30 and 50. I had a patient who admitted the car accident and the friend his skull cap open and missed. After that, he was on medication. Dentist ചെയ്തോ ophthalmologist ചെയ്തോ ഇരിക്കാൻ ധൈര്യമില്ല. ഒരു കോമ്പോസിറ്റ് റെസ്പിറേഷൻ വഴി വന്നതാണ്. അല്ലെങ്കിൽ ഇരിക്കാൻ ടെൻഷൻ അത്ര അധികം ഉണ്ടായിട്ട് നമ്മൾ നൈട്രസിലാണ് ആളെ ട്രീറ്റ് ചെയ്യുന്നത്. 20 he was hit. ആ സമയത്ത് ഞാൻ I was experimenting like I started with 30. In 30 he was walking off. I straight away came to 20. അപ്പൊ നമ്മൾ ഒരിക്കലും ഇന്നതാണ് പറ്റുക എന്ന് പറഞ്ഞൊരു നിയമമില്ല. Now suppose today you treat a person, you get sedated at 40. അപ്പൊ നമ്മൾ ഫൈൽ എഴുതി വെച്ചു 40%. നാളെ അയാൾ വരുമ്പോ 40 തന്നെ ആവണമെന്നൊരു നിർബന്ധമില്ല. You need to titrate again. Maybe he'll be hit at 30 or he will be hit at 50. അപ്പൊ നമ്മൾ സെറ്റ് ടൈട്രേഷൻ അങ്ങനെ എഴുതി വെക്കാൻ സാധിക്കില്ല. Nowadays, use sign language. Nitrous oxide it's better not to make the person stop, or else they will be spilling nitrous oxide into our breathing zone. Now, for this equipment, the yoke stand, which is considered as the backbone of the equipment, and in the yoke stand, there are pins which are jetting out. Our pins are oxygen cylinder will get attached only to the oxygen pin. By mistake also, you just cannot interchange and connect cylinders. So, color of the cylinders are looking at nitrous oxide in the cylinder is blue color. That's Karayana. Panda is bladder bag which inhaled. So, one fellow, he didn't want to hold the bladder bag. So, what he did is he carried it onto his head. He was very happy. There was no oxygen supply. And this guy died. Blue color I Mari. So that side was blue color. Aduna nitrous cylinders which is blue color. Now there is something called the flush button. Flush button is to give 100% oxygen at any given point of time.
Meter reading we already discussed. Now this black button what you see, this is called as a flow control valve, which can be considered as the switch key of the equipment. അപ്പോൾ നമ്മുടെ equipment operate ചെയ്യണമെങ്കിൽ നമ്മൾ ആ black button ആണ് നമ്മൾ തിരിക്കുക. ആ black button means you operate, you are giving 100% oxygen. ഓക്സിജന്റെ ഫ്ലോ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ നൈട്രസ് എക്യുപ്മെന്റ് പുറത്ത് വരുള്ളൂ. Special features of the equipment is oxygen fail-safe mechanism, which means oxygen at any given point of time, if oxygen delivery is less than 30%, the machine will automatically shut off and no chance 100% nitrous is given. Pin index safety system and diameter index safety system, which means number nitrous in the cylinder oxygen photo, oxygen cylinder nitrous oxygen photo, fix ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ആ pins different measurements are placed. Why do the vehicles are brake? അത് ഏറ്റവും നല്ല ആൻസർ കിട്ടിയത് സ്പീഡിൽ വണ്ടി ഓടിക്കാനാണ്. കോൺഫിഡൻസോടുകൂടി സ്പീഡിൽ വണ്ടി ഓടിക്കാൻ നമുക്ക് ധൈര്യം തരുന്നത് എനിക്ക് എവിടെ നിർത്തണം എന്ന് തോന്നിയാൽ ചവിട്ടി നിർത്താൻ ബ്രേക്ക് ഉള്ളതുകൊണ്ടാണ്. സോ വൈ ഡു vehicles are brake? നമുക്ക് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യാനാണ്, അല്ല സ്പീഡ് ഓടിക്കാനാണ്. അങ്ങനത്തെ ഒരു എക്യുപ്മെന്റ് ആണ് നമ്മുടെ കയ്യിൽ നമുക്ക് ദൈവം നമ്മളെ എത്തിച്ചു തന്നിട്ടുള്ളത്. which is sensibly used. It is good. So like nitrous oxide, it is delivered to the nose. Number 10%, 20%, 1 minute, 30 or 3 minutes. Nitrous oxide inhaling. How do you feel is important. നമ്മൾ inferior alveolar lobe block കൊടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെ ധരിച്ചു, ചുണ്ടിന്റെ പകുതി, നാവിന്റെ സൈഡ്, നാവിന്റെ തുമ്പ് ധരിച്ചിട്ടുണ്ടോ? With nitrous oxide never pose such questions. കാരണം for few symptoms are intense. For few there are not much of a symptom. They just feel good. അപ്പോൾ നമ്മുടെ ആളോട് പറയണം നമ്മുടെ ചുണ്ടിന്റെ circle പോലും numbness ഉണ്ടാവും. അല്ലെങ്കിൽ numbness ഉണ്ടായിട്ടില്ല എന്താ പറയുന്നത്, എനിക്ക് വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ never make a person expect a specific feel. And before the procedure, make sure you go to the toilet, remove your contact lenses, if the air leaks, that's the dry. So remove your contact lenses and don't let the person talk. Focus on how you feel than what you feel. Normally, number down for a feeling of anything and numbness. നമ്മുടെ കൈ വെക്കുന്നതോ കാലിലാണ് ഒരു ലൈറ്റ് ഫീൽ ആവാം. ചെറുപ്പത്തിൽ നൈട്രസ് അധികമായിട്ട് ചെല്ലുമ്പോഴാണ് പ്രോട്ടീൻ ഫീൽ ചെയ്യുക. പക്ഷെ നമ്മളെന്താ ആദ്യം തന്നെ ചോദിക്കാൻ കഴിയുന്നത്, പറക്കണമെന്നുണ്ടോ? പറക്കില്ല. പറക്ക എപ്പോഴാണ് നൈട്രസ് കൂടുതൽ കൊടുത്താൽ നൈട്രസ് ഓക്സൈഡ് ചിരി വരുന്നുണ്ടോ? ചിരി വരുന്നുണ്ടെങ്കിൽ നൈട്രസ് മോർ നൈട്രസ്. ചിരി വരേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ ആവശ്യമാണ് ഒരാള് കംഫർട്ടബിൾ ആവും, റിലാക്സ് ആവും. നോർമലി പേടിച്ചിരിക്കുന്ന ആള് കൈയൊക്കെ വിട്ട് സുഖമായിരിക്കും. മുഖത്തെ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പുഞ്ചിരി, ഒരു സന്തോഷത്തിലിരിക്കുന്നുണ്ടാവും. സുഖണ്ട സുഖണ്ട ഇഷ്ടപ്പെട്ട സുഖം ചോദിച്ചാറില്ല. So this is intense for some and insignificant for others. ഇവിടെ കോൺസ്റ്റന്റ് ഫീച്ചർ is important. അതെല്ലാം നമുക്ക് പ്ലെയിൻ അടുത്ത പ്ലെയിനിലേക്ക് മാറുന്നത് നമ്മൾ അറിയില്ല. അതുകൊണ്ട് always nitrous oxide കൂട്ടുന്നതിന് മുമ്പ് 3 minutes വെയിറ്റ് ചെയ്യണം, check for the symptoms and then increase nitrous oxide. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്ടറിനോട് ട്രീറ്റ്മെന്റ് തരുന്നു. നൈട്രസ് ഓക്സൈഡിനെ കുറച്ച് കാലം നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ സംഭവമാണ് പ്രശ്നമില്ല. ഞാൻ നൈട്രസ് കൊടുത്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു എന്ത് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കണ്ടുപോയി. പക്ഷെ അവസാനം ഈ നൈട്രസ് വേണ്ട എന്ന് പറഞ്ഞ അവസ്ഥയിൽ she will never want to use nitrous again. It follows mine. അവിടെ എന്റെ അമിത ധൈര്യം കൊണ്ട് ഞാൻ ആ ടൈട്രേഷനെ ശ്രദ്ധിക്കാതെ പോയി. അപ്പൊ ഓൾറെഡി എത്ര കാലത്ത് ഉപയോഗിച്ചാൽ ടൈട്രേഷൻ റിക്വയർഡ് ആണ്. അത് നമ്മൾ ശ്രദ്ധിച്ച
So what is one day for 70%? Maximum. Okay, I use like the people department were like the ratio was by nowadays and nitrogen was very good. One fellow had come down from Delhi. Like he was high at the same time. Doctor take me to 70 and then take me down. Let me see what was I will learn more. So fine, we took him to 70 and he called off. About the number of panic out, he can have things under your control. Only thing to reduce the time. Number of oxygen in the number of diabetes, other treatment maintain. Maintain resist for showing 100% oxygen, nitrogen. That's it. Nitrogen oxide it's that's it. Our nitrogen future cylinder കൂടി തലക്കിട്ട് അടിച്ചു കൊല്ലാന്നല്ലാതെ വേറെ nitrogen കൊണ്ട് നമുക്ക് ഉപദ്രവം ചെയ്യാൻ സാധിക്കില്ല. And in US, all these things shown in red. Hygienist are nitrous oxide ഉപയോഗിക്കുക. Hygienist is delivering nitrous oxide. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ nitrous oxide കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ചിലപ്പോൾ ആയുർവേദക്കാരൻ nitrous oxide കൊടുക്കും. All start getting the use of nitrous oxide because it is very safe. And here, this is the father of nitrous oxide in India, Dr. Srinivas Nalini. And my friends, under oil working father of the photograph, and still making a very simple photograph and my family. Thank you all. Thank you for listening. Thank you so much, sir. Yeah, well, Yes, sir. Video. System. You can give local anesthesia to the help of the computer tool. You need to switch on the equipment with the help of the switch on and off. Here, this is the charging port, and this is the connection for your foot controller. The foot controller is used to deliver the solution. This is the control of pens. Of this equipment is you can set all this, say, from the cartridge. If you want to deliver only 1/8 of the solution, or 1/4, or half or full, you can adjust accordingly. Same way, whether the injection should be given in a slow speed or a high speed, this can be set in the equipment itself. Now, using this, the preference is always set it in high speed and the full cartridge, because the whole operations can be done by using the full control. In this equipment, this is the place where you load the cartridge. So there is something called as a cartridge holder in which you place the cartridge and you press it inside. The importance of this area is you get to see a silver rod, a piston inside. That piston should be fully down so that you can place your cartridge. This is the cartridge holder where you place the cartridge. The cartridge should be placed and then you give a press. So if you look inside, you get to see a spike inside. So this spike will puncture the diaphragm of the cartridge. So I just placed it and I'm just pressing it. So the spike has already got through the cartridge into the solution. And if you look at the cartridge holder, you get to see two wings. These wings are for locking this onto the main equipment. So the beauty of this equipment is the solution is no more in the picture. It is actually in the present, in the main equipment. And this question
delivered given to the patient's hand, and there is nothing scary in this. The needle is attached to the tip later, and when you give it into the patient's hand, always hold it like this, give it to the patient. This is also non-threatening. For children, it is always wise to say, this is, I am borrowing Dr. Raju Sami's word. He says like, fine, this is a thermometer. This is just check your temperature. So this will be taken into your mouth and you will see the temperature. Also, you can just place it in the armpits and show it. And when you take it into the patient's mouth, always show them like this, talk to them with this, and when it is going into the patient's mouth, somewhere near the mouth, you just turn it, just remove the lid off of the needle. So the needle, the top will just fall on the patient's dress or on the floor, and you take the needle inside. I will just show you how to place the needle. Even it's the same as how it is placed with the syringe. Okay, so now this is the package holder, and this is the place where we attach the needle, which we call as the handpiece. So the needle holder, the holder, it has two pins, and this is taken to the main equipment. The pins goes inside, and you turn anti-clockwise, and now it is locked. To open and remove it, again turn it clockwise and just remove it. So here the piston is down, you place it, turn it anti-clockwise. So this is done. The needle is inserted and you can just turn it. And when you take it towards the patient, what is best is always just keep it loose so that it is easy for you to remove the lid. So it's placed like this. This is how it is placed in your hand. So now I'm connecting the foot control pedal of the local anesthesia delivery system. Here you just place it and press it. It's done. And the switch should be on. So if you look at the foot control, which is placed on the floor, like how we operate our handpieces, you have a red and a black button. This black button delivers the LA solution in slow speed, whereas the red button is for fast injection. So if you see, I am lowering the cartridge into the cartridge holder and just press it so that the plunger will plunge into the diaphragm. I need to press it hard. See now, it has gone inside. So with this, it is ready to load onto the equipment. So I place this into the equipment and turn it in the anti-clockwise direction and it is locked. It is very important that you turn it anti-clockwise direction and lock it. So now we'll see how the injection is delivered. So first when you deliver the injection, what happens first is whatever air is trapped inside, it is removed automatically by the equipment. So I just demonstrate it. So now let's see how this equipment works. Here the needle is already loaded, and what you need to do is press the black pedal. Once I press the black pedal, what you see is the air which is trapped is automatically removed. And then, if you look at the equipment, it is given as 100%. So after removal the air, we are ready for injection. So now let's give the injection. Again, press this black pedal and you deliver injection. So here if you look at, I have set it at 1/8. That means only 1/8 of the content will be delivered to the patient. You can again decide whether you're going for 1/4, half or full. So now 1/8 is what I am planning to demonstrate. Now just look at the needle tip. If you look at the needle tip, the anesthetic solution is given drop by drop, slowly, because the black button demands slow flow. And this will automatically stop flowing once it has reached 1/8. Now 92%. Just look at the percentage going down. Now it stopped
which means 1/8 of the solution is already deposited. Now I can change to, so now it is half full and S is slow and H is high speed. So S is slow speed, H is high speed. I prefer placing it at high speed and delivering the injection because it is always controlled with the spirit. Now, if my plan is to build fast injections, what I need to do is I press this red button and let's see what happens. One more press. Now, so that other one is fast, that's all. But sir, how effective this is to give no block and inferior block and No block കൊടുക്കുമ്പോൾ the thing is when you are giving a no block, you need to put it in acceleration mode and use it. Acceleration mode when you're using it, if you are able to inflate the cell, blood is going to be sucked in. So you need to change the whole, say, carriage folder and things like that. It's can be used only for a single patient. So right now, I'm using it only for infiltration. Actually, it can be used for giving a block, provided you are using the acceleration mode. So very soon, this will come out in equipment. Wherein it is going to be made in India. It's going to be cheaper. Now, nitrous oxide, we have nasal hoods which are disposable ones. And the nasal hood is costing only 500 rupees. Now, this very small thing is going to cost you 400 rupees. So, that way, it's not that colorful. But at the same time, don't actually use it for infiltrations. So, you're going to give me a block, just give infiltrations, and then we will give a block for the patient to avoid pain. We can do it. how much is your complete investment of this conscious sedation, including the running cost that you have in your clinic if you're treating sufficiently a good amount of patients? Like your investment for the equipment is something like 3,10,000. That's the investment for the equipment. Now, if I sedate a patient and if I use for the procedure, I charge a minimum of 3,000 rupees for just nitrous oxide sedation. The thing is, if the patient had gone for GA, the charges is somewhere around 40,000 or 50,000, which is managed in the dental clinic, no hospitalization, no other expenses. It's much easier. And of course, GA is safe. I don't say GA is not safe, but at the same time, everybody is quite worried and thinks about GA. GA, the choice, you can make use of it as a last resort. Like, we're treating a patient with nitrous oxide inhalation sedation. The patient is conscious, the patient is aware, and you are inculcating positive attitude to the child. So this is always the first preference. Thank you, sir. Thank you for enlightening us on the advancing technique of painless dentistry and also giving us some basic concepts of clinical practice, especially when dealing with children, sir. Thank you so much. I request the chairpersons to kindly conclude the session. Yeah, this is the idea. And I could do anything. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഞാൻ വിചാരിച്ചു വീട്ടിൽ പോകാനുള്ള എന്റെ പേര് കൊടുക്കാം. എനിക്കൊരു സംശയം. Not at all. എനിക്കൊരു proper titration ആണെങ്കിൽ will it cause hallucination? Not always. Like when you're giving it a higher percentage, it can cause hallucination. It's always better to have a third party presence in the operator. And when it is given in a higher dose, people can fantasize it. Like when melamine is given, people have a feeling of genital stimulation and like sexual harassment. Things have happened. But it's not a higher percentage, but it's always wise to have third party presence. Another dumb question. Anti-anxiety drug mild dose കൊടുക്കുന്നത് what is your My dose stick on to one route. You give a drug, fine, trust the drug and go. Our old sedation കൊടുത്തു. എനിക്ക് ആവശ്യത്തിന് effect കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ nitrous ഉപയോഗിക്കുന്നത് പറയുമ്പോൾ
1 plus 1 won't be 2, it can be 4 or 5. So never mix two different roots. One root. That is a must. But like literatures have come out, if a combination roots of but it's not very safe to use. If you're going for oral, fine, oral root. But midazolam the oral root. Midazolam only thing is agitated and I can give midazolam. Midazolam my 20-25 minutes I'll get to work. I'll finish off my work. Now, 9 kgs മേലുള്ള കുട്ടിക്ക് ഞാൻ മിഡസോളം അല്ലെങ്കിൽ ഒരു സിറിഞ്ച് കൊടുക്കാൻ തീരുമാനിക്കാവൂ. 2, അക്കോർഡിംഗ് ടു ദി ബോഡി വെയിറ്റ് വേണം ഞാൻ ഡിസൈഡ് ചെയ്യാൻ. 3, ആ കുട്ടി അത് സെഡേറ്റഡ് ആയില്ലെങ്കിൽ അബോർട്ടീവ് പ്രൊസീജിയർ ഡോണ്ട് ഗിവ് എ സെക്കൻഡ് ഷോട്ട്. അപ്പോൾ ഷോട്ടിൽ തന്നെ അത് ആക്ച്വലി നോക്കിയാൽ പാടുള്ളൂ. പോസ്റ്റ്മോർട്ടം ടു അനദർ ഡേ. അതല്ലാതെ നോക്കിയില്ല. അതുകൊണ്ട് ഞാൻ ശരിയല്ല. You can use it together in one. If you get this equal side, this one. Dr. Sunil, thank you for educating me. Chances for misusing. ഞാൻ പെങ്കടിച്ച് അതിന്റെ സുഖം കുറേ നൈട്രസ് ഇൻഹെയിൽ ചെയ്തു. ഇൻഹെയിൽ ചെയ്ത് സുഖം കിട്ടി. നൈട്രസ് ഓക്സിജൻ സുഖം പോയി. Who wants to misuse it? Maybe the dentist who is using it, either it's going to be here. This potential is not there. Anyone else? Sir, can we give inferior alveolar nerve block using the CCLA? Yeah, you can. But that needle is so short. You use whatever needle you want. Demonstration for this needle, whichever needle you want, you can place it. Aspiration mode after my PDS, I was working with a very busy practitioner. Aspiration പരീക്ഷകൾ നടത്താതിരിക്കാനായിട്ട് നല്ലത്. ആസ്പിറേഷൻ അപ്പൊ അത് ഉപയോഗിക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സംശയം ചോദിച്ചോളൂ. ആ 2 പ്രാവശ്യം ഹിമട്ടോമ വന്നത് സാർ എങ്ങനെ ഡീൽ ചെയ്തു? അതിൽ ഒരെണ്ണം അത് എക്സ്ട്രാക്ഷൻ ഒക്കെ നമ്മൾ ചെയ്തത് തേർഡ് മോഡൽ എക്സ്ട്രാക്ഷൻ നമ്മൾ ചാടിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന വഴിയുള്ള പ്രാക്ടീസ് ചെയ്ത് കുറച്ചു കാലം എന്റെ മനസ്സിൽ ഞാൻ സംഭവമായിരുന്നു. അബദ്ധങ്ങൾ ചിലതുണ്ടാവുന്നത് നമ്മൾ എന്റെ ഫ്രണ്ട് ഗൾഫ് പോകുന്നു. അങ്ങനെ വീട്ടിൽ എന്നെ കൊണ്ട് പേഷ്യനോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പക്ഷേ പേഷ്യന്റെ ഹസ്ബൻഡ് വന്നു. ഡോക്ടറെ ബോധം ചേട്ടാ കൊണ്ടുവന്ന് ചേർന്നു. അവരുടെ കാര്യങ്ങൾ എന്തായാലും ആള് കൊണ്ടിരിക്കും. Immediately I called the physician. The physician was the question. Doctor, did you give textures? No. How dare you inject the textures? Last week I had a patient who was allergic to steroid. How dare you inject?
ഈ പേഷ്യന്റ് ഐസിയിൽ കാരണം നമ്മൾ കമ്പ്യൂട്ടർ കണ്ടുകൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പുറത്ത് പേഷ്യന്റിനനുസരിച്ച് കൂടാം. അപ്പൊ ഞാൻ ബ്ലഡ് വെസൽ അപ്പൊ അത് കൊണ്ട് പഠിച്ചത് അന്ന് അടി കിട്ടാൻ ആദ്യം അപ്പൊ ആ ഒരു പരീക്ഷണങ്ങൾ നമ്മളാണ് ചെയ്യുന്നത്. ഇതുപോലെ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് മണ്ഡലങ്ങൾ കുഴപ്പമില്ല. ഒരു ഫുൾ മോൺ ബ്രിഡ്ജ് സ്പീച്ച് വന്നിരുന്നു. പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയറൻസ് അത് കഴിയുമ്പോൾ ക്ലിയറൻസ് no clearance. Why you prepare more? So if it's exposed, exposed is fine. Normally other will take it. എന്ത് സംഭവിച്ചേ നമ്മൾ ഏതെങ്കിലും ഓപ്പോസിംഗ് പല്ലുകൾ പ്രിപ്പയർ ചെയ്യാതിരുന്നാൽ നമ്മൾ ക്ലിയറൻസ് നോക്കാനോ കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറൻസ് നോക്കാനോ അപ്പൊ ബൈ രജിസ്ട്രേഷൻ ഉണ്ടാൽ ചെക്ക് ഹൗ ഇറ്റ് ഈസ്. അപ്പൊ ചിലത് ടീച്ചർമാരെ പഠിപ്പിക്കുന്നത് കേൾക്കാതിരിക്കുന്നത് കുഴപ്പമുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെയൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആഗ്രഹമാണ്. asthmatic patient chronic obstructive pulmonary diseases ഉണ്ടാവുന്ന സമയത്ത് എന്താണ് നമുക്ക് ഓക്സിജൻ ഡ്രൈവിന് പകരം റെസ്പിറേഷൻ റെസ്പിറേഷൻ സിഗ്നൽ കൊടുക്കുന്നതൊക്കെ ഓക്സിജൻ കുറവാണ്. നമ്മൾ ലൈഫ് ഓക്സിജൻ ഇക്വിപ്മെന്റ് ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ ഓക്സിജൻ ഓക്സിജൻ സിഗ്നൽ കൊടുക്കും. അപ്പൊ എപ്പോഴും നല്ലത് COPD പേഷ്യൻസ് ആണ് ഉപയോഗിക്കുന്നത്. ആസ്മാറ്റിക് പേഷ്യൻസ് നമ്മൾ ധൈര്യമായിട്ട് ഉപയോഗിക്കും. അപ്പൊ ആന്റി ഡിപ്രസന്റ് കൊടുക്കുന്ന പേഷ്യന്റ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ 10% കാരണം നിങ്ങളുടെ കുഴപ്പമായെന്ന് പറഞ്ഞാൽ ഓക്സിജൻ കൊടുക്കുന്നതിന്റെ പ്രശ്നം സോൾവ്. Any more doubts? Cardiac patients cardiac chronic നല്ലതാണെന്ന് തോന്നുന്നു. സോറി അതൊക്കെ നമ്മുടെ ഡെന്റിസ്ട്രിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നത്. It was a very good discussion. I know LKB students, student session available. The demonstration was very effective. Lots of tips in there. So what was the biggest, in your journey with the Natus website, what was the biggest challenge you faced in clinical practice? Challenges, if you see, really challenges to be clinical were we gave Nitrous. That day it was so well. We did an RCT. Dr. Martin, our own Royal, he did an RCT for the patient. So treatment കഴിഞ്ഞ crown കൊടുക്കാൻ നമുക്ക് നോക്കിയിട്ട് സാധിച്ചില്ല. Second this is not available. Okay, it's not true that every second is very well. Like the psychological factors also involved. After relaxing a person before the treatment is very important. Anyone else? Don't miss the chance.
ഇത് മൂക്കിന്റെ മുകളിൽ വെക്കാൻ സമ്മതിക്കുന്ന ഏത് പ്രായത്തിലാണോ അപ്പൊ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I have used it for 2.5 years old child also. Normally, it says 3 years is less than 3 years is free operator. She said, Anyone else? Or shall we wind up? Sir, I've given them enough time. The biggest challenge you would have ever faced is Dr. Rena. Another thing is, can we arrange for your demo code? So make sure all of you utilize it. Every delegate can have a meal. It's arranged in Rasulina 1. From morning at 10 o'clock, evening it will be available. Yes. You don't have to rush. You can have each of them can have. Yes. Everyone can actually feel. Now, feeling available അറിയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. How are you going to convince a person that this is to be given and what will be the benefit and what is that you're going to assure the patient you'll get out of it? This is what many of the people ask. And then I generally tell them, oxygen ശ്വസിച്ചാലും കുഴപ്പമില്ല. Carbon dioxide കുഴപ്പമില്ല. അതേപോലെ ഇതിന് ഒരു കുഴപ്പമുള്ളതല്ല. ഇത് നിങ്ങൾക്ക് ഒരു തൃപ്തി മനസ്സമാധാനം വരാനാണ്. നമുക്ക് മനസ്സിന് ധൈര്യവും സമാധാനവും കിട്ടും. അതിനാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. നമ്മളിതിനെ കുറിച്ച് ഓവറായിട്ട് പറയുന്നതായിരിക്കും മിക്കവാറും നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ തോന്നുന്നത്. Instead, let's not overdo. Simple means of explanation. Yes, we can continue. I request our chairpersons to come over to the stage to present the moment of gratitude to our speakers. Okay.